Watch full episodes on Jio Hotstar. വാർത്ത ജോണും അവന്റെ കൂട്ടുകാരും ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ മോഡൽ സിറ്റിയെ ഉന്നമിച്ചാണ് പോകുന്നതെന്ന് ചിലർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഈ ജോൺ ഉണ്ടല്ലോ ഒരിക്കലും നന്നാവില്ലെന്ന് തോന്നുന്നേ. അല്ല, ഈ ലൈറ്റിന് എന്താ പറ്റിയത്? ഇതെന്താ? ഇതൊരു പുതിയ സാധനമാണല്ലോ. നാശമാണെന്ന് തോന്നുന്നു. പോവാ നല്ലത്. ഇത് ഇടിവെട്ടും മിന്നലും ഒക്കെ ആണല്ലോ. എന്തോ സ്പേസ് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. എല്ലാരും ഓടിക്കോ. വേഗം ഓടിക്കോ. ഞാൻ ഇപ്പോഴല്ലേ ജയിലിൽ നിന്ന് വരുന്നേ, അപ്പോഴേക്ക് എന്താ ഇത് പേടിച്ചു? ഇവന്മാരാരായത്? ഇത് ഊഞ്ഞാല് കളിക്കേണ്ട സമയമല്ല. വേണം വെച്ചിട്ട് ഇങ്ങനെ ആടിയോണ്ടിരിക്കല്ല. അങ്ങോട്ട് നോക്കണ, ഇവന്മാരാരാന്ന് അറിയുന്നില്ലല്ലോ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഇതിനു മുന്നേ നിങ്ങളിന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ ആരാ? സൂപ്പർ ബോസ്, സൂപ്പർ. എന്ത് നന്നായിട്ട് കവിത കവിതയൊക്കെ ഇരിക്കട്ടെ, അവന്മാരുടെ അടുത്ത് പോയിട്ട് ആരാന്ന് ചോദിച്ചിട്ട് വേടാ. നിങ്ങളൊക്കെ ആരാ? ഹലോ സർ, ഞങ്ങൾ ടോയ് വൈറസ് ഫ്രം ടോയ് വേൾഡ്. വി ആർ ഫ്രണ്ട്സ്. ഓ, ഷെയ്ക്കിന്റെ ഷെയ്ക്കിന് കൊടുത്ത ഇത്ര വലിയ തെറ്റാണോ ബോസ്? എനിങ്ങനെ മാറ്റിക്കളഞ്ഞല്ലോ ബോസ്. ബോസ് ഓടിക്കോ. എന്താ സംഭവിക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇനി ജോൺ എങ്ങനെ ഡോൺ ആവും? ഇത് അന്യായാണല്ലോ. ഞാനല്ല നമ്പർ 1, അവനാണ് നമ്പർ 1. പിന്നെ ഇതാ നമ്പർ 2. ഇവന്മാരെന്തായി കാണിച്ചത്? അയ്യോ, ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്റെ അമ്മച്ചി. അയ്യോ, ഞങ്ങൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒന്നും അറിയുന്നില്ലല്ലോ. അവസാനം എനിക്കും പണി തന്നല്ലോ. വേണ്ട. അതെ മോട്ടു, പത്ലു, നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്ക്. ഞങ്ങളെല്ലാരെയും അങ്ങോട്ടോ തട്ടിക്കൊണ്ട് പോവാണ്. അവിടെ വേഗം മോട്ടു.
കണ്ടില്ല, ബിൽഡിന്റെ മുകളിൽ എന്തോ പോകുന്നു. വേഗം വാ പോവാം. മോട്ടോ പട്ടു ഞങ്ങളെ രക്ഷയ്ക്ക്. കണ്ടില്ലേ ഞങ്ങൾ എന്ത് കോലത്തിലാക്കിയിരിക്കുന്നതെന്ന്. എന്താ ഇവർക്കൊക്കെ പറ്റിയത്? അല്ല ഇതാരാ? ഒരുത്തിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ വേറെ കുറെ എണ്ണം. അയ്യോ, വാ നമുക്ക് ഓടിക്കാം, ഓടിക്കാം. അയ്യോ, നിങ്ങളൊക്കെ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് പറയേ. ഞാനാണ് ഹാമർമാൻ. എന്ത്? പിന്നെ ഇത് റോപ്പ്മാൻ. പിന്നെ ഇവൻ ഫുഡ്മാൻ. ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം ടോയ് മാനായിട്ട് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. എങ്കിലതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പത്തുലു, ആ ചേട്ടൻ കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരന്റെ മൂടൊന്ന് ചേഞ്ച് ആക്കിയാലോ? അതേ മോട്ടു. അവന്റെ ദേഷ്യം കുറയുന്നില്ലെന്ന് തോന്നുന്നു പത്തുലു. താൻ എന്താണോ ഈ പ്ലാസ്റ്റിക് തക്കാളിയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നത്? എടോ, താൻ ഒറിജിനൽ തക്കാളിയാണ് വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ അത് കൊണ്ടുപോയി ഞങ്ങൾ കോംപ്ലേറ്റ് ഉണ്ടാക്കാറുന്നല്ലോ. നിങ്ങളെ വിടില്ല. അയ്യോ, വേണ്ട 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 വേണ്ട. അയ്യോ അയ്യോ. എന്നോടാണോ നിങ്ങളുടെ കളി? ഇപ്പൊ എടുത്ത് പെട്ടില്ലേ? അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. മോട്ടു, അവരുടെ അടുത്തേക്ക് പോവല്ലേ. അവര് നീ വിചാരിക്കുന്ന പോലെ അല്ല. അവരിൽ ആരെങ്കിലും നിന്നെ തൊട്ട് കഴിഞ്ഞാ പിന്നെ നീയും ടോയ് മാനായി മാറും. സൂപ്പർ ബോ സൂപ്പർ. എന്ത് നില കവിത നിങ്ങൾ പറഞ്ഞത്? അതെങ്ങനെ ശരിയാവും? ടോയ് വൈറസിനെ തൊടാതെ ഞാൻ എങ്ങനെയാണ് ഇവരോട് ഫൈറ്റ് ചെയ്യുക? മോട്ടു, കയ്യിൽ എന്തെങ്കിലും തുണി ചുറ്റാം. അപ്പൊ അവർക്ക് നിന്നെ തൊടാൻ കഴിയില്ല. ഞാൻ തുണി എടുക്കാൻ പറഞ്ഞത് എന്റെ തുണിയല്ല, അവിടെയുള്ള തുണികളാണ്. എന്തിനാ എന്റെ തുണി അഴിച്ചെടുത്ത്? നീ സൈലന്റ് മാറി നിൽക്ക് പത്തുലു. എന്തെങ്കിലും ആവട്ടെ, ദേഹം മറയ്ക്കാൻ ഒരു തുണി കിട്ടിയല്ലോ, അത് മതി. വെരി ഗുഡ്.
ഇവരൊക്കെ ഭയങ്കര സ്മാർട്ട് ആണല്ലോ. നമുക്ക് എത്ര പെട്ടെന്ന് പോർട്ടൽ ഓൺ ചെയ്ത് സ്ഥലം വിടാം. അല്ല ബോസ്, ഇവിടെ വലിയ പ്രശ്നമായെന്ന് തോന്നുന്നേ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോർട്ടൽ ഓൺ ചെയ്യൂ. പോർട്ടൽ ഓപ്പൺ ആകുന്നു. എല്ലാരും പെട്ടെന്ന് ബസ്സിൽ കയറ്. അവിടെ നിൽക്ക്, ഞാനും വരാം. മോട്ടു, രക്ഷിക്ക്, രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്. മോട്ടു പത്ലു ഞങ്ങളെ രക്ഷിക്ക. വണ്ടി നിർത്ത. അവരെ രക്ഷിച്ചേ മതിയാവൂ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വെരി ഗുഡ്, ഇങ്ങോട്ട് വരാനാ പറഞ്ഞ്. മോട്ടു വലിക്ക്. പത്ലു, നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ പുറകെ പോയി നമ്മുടെ കൂട്ടുകാരെ രക്ഷിച്ചേ മതിയാവൂ. പെട്ടെന്ന് പോകാം. അതെ, പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് അത് ഏതാ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പോകാന്നേ. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഈ ടോയ്മാൻ നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കും. നീ വാ. നിങ്ങൾ ഞങ്ങളെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളെ നോർമൽ ആക്കൂ. നിനക്കിങ്ങനെ അധിക സമയം ഞങ്ങളെങ്ങനെ പിടിച്ചെടുത്താൻ പറ്റില്ല. ഞങ്ങള് നിങ്ങൾക്ക് അടിമയായിട്ടിരിക്കില്ല. ഞങ്ങളെ തിരിച്ചയക്ക്. അതെ അതെ, ഞങ്ങൾ തിരിച്ചയക്കേ. സൈലൻസ്, സൈലൻസ്. എല്ലാരും മിണ്ടാതിരിക്കോ. ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഞങ്ങളെ ഹ്യൂമൻ വേൾഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അധികാരം നിനക്കില്ല. എന്റെ അച്ഛൻ രാജ്യത്തെ മന്ത്രിയാണെന്ന് നിനക്കറിയാമോ? എന്നെ അന്വേഷിച്ച് അദ്ദേഹം എന്തായാലും ഇവിടെ എത്തും. ആർമിയെ കൊണ്ടുവന്ന് നിന്റെ കഥ കഴിക്കും. നോക്കിക്കോ. ബാർബഡോസ്, സിറ്റുവേഷൻ വളരെ മോശമാണ്. അതെയോ? I am the Barbados. പിന്നെ ഇപ്പോ I am the boss. ആർക്കും ഇവിടെ എന്നെ കടന്ന് സംസാരിക്കാൻ കഴിയില്ല. നീ ആരാണെങ്കിലും എന്താ, ഞങ്ങളെ 5 മിനിറ്റിൽ എർത്തിൽ കൊണ്ടുവിട്ടില്ലെങ്കിലുണ്ടല്ലോ നിന്റെ കഥ കഴിയും. കാരണം എന്റെ അച്ഛൻ വലിയൊരു മന്ത്രിയാ. അപ്പൊ നീയാണ് ഇവിടെ എല്ലാവരുടെയും ലീഡർ അല്ലേ? നിന്റെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഐ ലൈക്ക് ലീഡേഴ്സ്. ലീഡേഴ്സ് എന്തുമാത്രമുണ്ടോ അത്രയധികം കോമ്പറ്റീഷൻ നന്നായിരിക്കും. പക്ഷേ എനിക്ക് കോമ്പറ്റീഷൻ തീരെ ഇഷ്ടമല്ല. എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നേ. എന്നെ വിടാനാ പറഞ്ഞേ. എന്റെ അച്ഛൻ മന്ത്രിയാണ്. എന്നെ വിടാനാ പറഞ്ഞേ. വിട്ടോ, മര്യാദയ്ക്ക് എന്നെ വിട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. നിക്ക്, കഥ കളിക്കാൻ
പ്ലീസ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്നെ ഒന്ന് വിട്. ഇനി ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നീയും ചെയ്യാൻ പോകുന്നത്. Yes, Barbados. ഇതോ നിങ്ങൾ ചോദിച്ച കാര്യം റെഡി ആവാറായി. ജോലി നടന്നോണ്ടിരിക്കുക. ഇതോ ഇതോ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. അതെ പൊന്ന് ചേട്ടായി, എന്തത്? എന്റെ അമ്മ, താൻ പറഞ്ഞല്ലോ താൻ ടോയ് വേൾഡിന്റെ ബാർബറോസിന് വേണ്ടി വർക്ക് ചെയ്യാണെന്ന്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ലോകത്തിൽ പല സ്ഥലത്തും വെച്ച് ജനങ്ങൾ കാണാതെയായി പോകുന്നു കംപ്ലൈന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ ഫുട്ബോൾ ചേട്ടാ, ഒരു കാര്യം പറയേ. ടോയ് വേൾഡിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് പറയേ. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് എർത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ബാർബഡോസ് ആണ് പോർട്ടൽ ഓപ്പൺ ചെയ്തു തരുന്നത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവർ സിഗ്നൽ കൊടുത്ത ഉടനെ ബാർബഡോസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. മിസ്റ്റർ നോവ, ഈ എല്ലാ ടോയ് വൈറസ് കൺവേർട്ടർ ക്യാബിൻ എപ്പോഴാണ് ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ഒരേ ഒരു ക്യാബിൻ മാത്രമേ ഉള്ളത് കാരണം എന്റെ പ്ലാൻ വളരെയധികം വൈകി പോകുന്നു. സർ, നമുക്കൊരു കെമിക്കലിന്റെ ആവശ്യമുണ്ട്. ആ കെമിക്കൽ ഉപയോഗിച്ചാണ് ഇവരെ ടോയ് വൈറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ പേരാണ് ഇലക്ട്രോപാറ്റിഡോനോമാസ്. അതിന്റെ ഡെഗിങ് സ്പാർക്ലിംഗ് മൗണ്ടൈനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച അളവിനുള്ള ക്വാണ്ടിറ്റി കിട്ടിയാൽ ഒരേ സമയത്ത് എല്ലാ ക്യാബിനും നല്ലോണം പ്രവർത്തിച്ചു തുടങ്ങും. അതെ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. മോട്ടു പട്ടിലും എന്തായാലും തിരിച്ചു വരും. എന്നിട്ട് നമ്മളെ ഇവിടുന്ന് രക്ഷിക്കും. ആരാ ഇപ്പൊ സംസാരിച്ചേ? ഈ മോട്ടു പത്തിലും ആരാണ്? നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ വരും എന്ന് പറയുന്നുണ്ടല്ലോ. പറ, എനിക്കത് കേൾക്കാൻ പറ്റി. എന്റെ ചെവി ഒരു ചെറിയ മുട്ടുസൂചിയുടെ ശബ്ദം പോലും പിടിച്ചെടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലേ നിങ്ങളെ ഓരോരുത്തരെയും ആ ക്യാബിന്റെ അകത്തിട്ട് അടച്ചിടിക്കാൻ. സാറേ, ഞാൻ ഉത്തരം പറയാം. എന്റെ പേരാണ് ജോണ്, ഫുർഫുറി നഗരത്തിന്റെ ഡോണ്. നിങ്ങൾ ഈ നഗരത്തിലെ ഡോൺ അല്ലേ? അതുപോലെ മോട്ടുപത്തില് വരും എന്ന് പറഞ്ഞതേ ഇയാളാണ്. ഇദ്ദേഹമാണ് ചായക്കട ചേട്ടൻ. ഫുർഫുറി നഗരത്തിലെ ചായയും സമോസയും വിൽക്കുന്ന ആളാ. വെറും ചായയും സമോസ മാത്രമല്ല, ഞാൻ സ്വീറ്റ്സും വിൽക്കാറുണ്ട്. എനിക്ക് എല്ലാ നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. ഞാൻ വളരെ നല്ല ഷെഫും ആണ്. ഓ, അപ്പൊ പലതരത്തിലുള്ള പാചകം നീ ചെയ്യുമല്ലേ? വെരി ഗുഡ്. എനിക്ക് മനുഷ്യര് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ഇഷ്ടമാണ്. ഇനി പറ, ഈ മോട്ടു പത്ലു എന്നവരാരാണ്? നിങ്ങൾക്ക് ആരാന്നറിയില്ലേ? നിങ്ങളുടെ ഒരാളെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ലേ? അവനാണ്. ഞങ്ങള് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചായിരുന്നേ. നിങ്ങൾ ബിസി ആയിരുന്നു. ആ സമയത്ത് അവര് ഫുഡ്മാനെ പിടിച്ചോണ്ട് പോയി. അപ്പൊ നീ എന്തിനാ തിരിച്ചു വന്നേ? അവരെ തിരിച്ചു കൊണ്ടുവരാൻ നീ എന്തിനു പോയില്ല? ബാർബഡോസ്, അവര് ഫുഡ്മാനെ അവസാന സമയമാണ് പിടിച്ചത്. അപ്പോഴത്തേക്കും പോർട്ടൽ ക്ലോസ് ആയി. ഇങ്ങോട്ടേക്ക് വരെയുള്ള പോർട്ടൽ അങ്ങേക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വേഗം വന്നത്, അല്ലാതെ വേറൊന്നുകൊണ്ടല്ല. തീർച്ചയായിട്ടും അവരെ പിടിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നേ. നിങ്ങൾക്ക് അവരെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരേ ഒരു ചാൻസ് തന്നു നോക്കൂ. അതിനുശേഷം നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും. ഫുർഫുറി നഗരത്തില് എന്നെ കൊണ്ട് അവരെ പ്രതികാരം വീട്ടാനായില്ല. പക്ഷെ ഇവിടുന്ന് എനിക്ക് അവരെ പ്രതികാരം വീട്ടാൻ പറ്റും. നീ ഒരു നല്ല സഹായം
സഹായമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ ടീ കടക്കാരനെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, പിന്നെ ജോണിനെ എന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഓക്കെ ബാർബഡോസ്. എന്റെ ചങ്കന്റെ ബ്രോ, ആ പോർട്ടലിനകത്ത് എങ്ങനെയാ പോകേണ്ടത് ഞാനിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പോർട്ടൽ ഓപ്പൺ ആകും. അതിനുശേഷം നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എപ്പോഴും അടിപൊളിയല്ലേ? പക്ഷേ ബട്ടൺ ഞാനാണ് അമർത്താൻ പോകുന്നത്. അയ്യോ, എന്താ ഇത്? അയ്യോ വല്യേട്ടാ, എന്താ ഈ വെട്ടം? ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ബ്രോ, എന്തിനാ ചെയ്തത്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സാധനങ്ങളും അത് അകത്തേക്ക് വലിക്കുകയാണല്ലോ. എന്തെങ്കിലും ഒന്ന് പിടിച്ചോ. എന്റെ മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ്. എന്നെ ഇവിടെ തരിച്ചാക്കിട്ട് പോകല്ലേ. എനിക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാ. ബാർബഡോസ് അവരുടെ കഥ കഴിക്കും. അവരെ വെറുതെ വിടില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. താൻ എന്റെ കൂടെ വാടോ ചേട്ടാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇതെവിടെയാണ്? ഇത് ഏതാ സ്ഥലം? അത് തന്നെ. ഈ സ്ഥലം എത്ര മനോഹരമാണ്. ശരിക്കും അടിപൊളി. നോക്ക്, അവൻ ബാർബഡോസിന്റെ ഫുഡ്മാൻ ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ ആരാ? ഇവരൊരു പക്ഷെ ബാർബഡോസിന്റെ ആളുകളായിരിക്കും. അടിക്കവരെ. വേണ്ട, എന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദി മോട്ടു പത്ലു. വരൂ ഓടാം. എന്റെ അമ്മ, എന്താ ഞാൻ കുടുങ്ങിയോ? ഇതിനൊന്നും ഇപ്പൊ സമയമില്ല. വിട്ടാ അയ്യോ, നോക്ക്, പോലീസ്. വേഗം. അയ്യോ, ബാർബഡോസ് എവിടെയാണെന്ന് പറ. അവനെ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. വരൂ വരൂ മേയർ സാർ. ഇവന്മാരൊന്നും പറയണില്ല. സത്യമായിട്ടും ആ ബാർബി ടോയ്സ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വേണമെങ്കിൽ തലകിടെ കെട്ടി തൂക്കിയിട്ടോ. എന്ത് ചെയ്താലും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഗുഡ് ഐഡിയ. എന്താ മാട്ടോ, നീ തന്നെ ഐഡിയ കൊടുത്തല്ലോ. ഇപ്പൊ മര്യാദക്ക് പറ, ആ ബാർബഡോസ് എവിടെയാണെന്ന് പറയാൻ. എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നേ? ആ ബാർബഡോസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. ഇത്ര പിടിവാശി പാടില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം ഓവർ ആവും. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലത് പറഞ്ഞില്ലേ സാർ. പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നേ? ഞങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടി ഐസ് കെട്ടിയുടെ പുറത്ത് നിർത്തിയാലും അവരെവിടാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആക്ച്വലി ഗുഡ് ഐഡിയ. പോലീസ് സാറേ, ഒരു മിനിറ്റ് ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്തേ. ഒരു കാര്യം ചെയ്യാനുള്ളത്. ഇപ്പൊ വരാം.
ഹലോ ഇൻസ്പെക്ടർ ഗെയിംബാല, എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഐ എം സോറി, ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. മോനെ, ഞങ്ങൾ എല്ലാ രീതിയിലും ശ്രമിച്ചോണ്ടിരിക്കുക. മോന്റെ പപ്പായെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. നിനക്ക് ഇവരെ അറിയോ? എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം. ഇവരെ സ്റ്റൈലായി തന്നെ പരിചയപ്പെടുത്തേണ്ടതല്ലേ? ഇതാണ് മോട്ടു, ഇതാണ് പത്ലു. ഇവർ രണ്ടുപേരും ചേർന്നാൽ ആഘോഷമാണ് ആഘോഷം. ഇവർക്ക് മുന്നിൽ ആർക്കും ജയിക്കാനേ കഴിയില്ല എന്ന് എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞേ? എന്റെ മുത്തശ്ശൻ എപ്പോഴും ഇവരെ കുറിച്ച് പറയാറുണ്ട്. മാത്രമല്ല, ഇവർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ദുഷ്ടന്മാരെ ഇവരെ അടിച്ചു തകർക്കും, എന്നാൽ നല്ലവർക്ക് സഹായവും ചെയ്യും. ഹായ് മോട്ടു പത്ലു അങ്കിൾ, എന്റെ പേരാണ് നോട്ടി. എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സഹായിക്കാമോ? ആ ബാർബഡോസിന്റെ ആളുകളാ എന്റെ അച്ഛനെ കൊണ്ടുപോയത്. നീ വിഷമിക്കണ്ട, ഉറപ്പായിട്ട് നിന്റെ അച്ഛനെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. ഓ സോറി മോട്ടു പത്ലു, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഒരു മിനിറ്റ്, ഈ ആള് നിങ്ങളുടെ ഫ്രണ്ട് ആണോ എന്ന് നോക്കിയിട്ട് പറയണം. ഒരുപാട് തവണ പറയും നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന്. പിന്നെ മോട്ടു പത്ലു വരുന്നില്ലേ, അവരോട് ചോദിച്ചു നോക്ക്, അപ്പ അറിയും ഞാൻ ആരാണെന്ന് പറഞ്ഞു. ചായക്കടക്കാരൻ ചേട്ടനൊന്നും അല്ലല്ലോ. കോൺസ്റ്റബിൾ കൊണ്ടുവരൂ. അല്ല, ആരാത്? മോട്ടു പത്ലു, താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. ഇനി എനിക്ക് ഒരു വിഷമവുമില്ല. ഞങ്ങൾ എല്ലാവരെയും, അതായത് എന്റെ ആളുകൾ നമ്പർ 1, നമ്പർ 2, ഇവരെയും ബാർബഡോസിന്റെ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണം, പ്ലീസ് പ്ലീസ്. അല്ല, നീ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടത്? ഞാൻ ആ ബസ്സിൽ നിന്ന് താഴെ ചാടി ഓടിയെന്നേ. ഞാൻ ഓടി കുറെ ദൂരത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് പോലീസുകാർ എന്നെ പിടിച്ചത്. ശരി ശരി, ഒരു കാര്യം കൺഫേം ആയി. അതായത് നിങ്ങൾ ബാർബഡോസിന്റെ ആളല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. മോട്ടു സർ, പത്ലു സർ, അവരെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. ടോയ് വേൾഡിലുള്ള എല്ലാവർക്കും ഞാൻ അനൗൺസ് ചെയ്തോളാം, ബാർബഡോസിനെ പിടിക്കാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടും പ്രതീക്ഷിക്കാം. പ്ലീസ്, അവനെ പെട്ടെന്ന് നിങ്ങൾ പിടിച്ചതാ. എന്ത് ചെയ്തിട്ടും ഞങ്ങളെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ കൊണ്ടെങ്കിലും പറ്റുന്നുണ്ടോന്ന് നോക്കാം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. എന്റെ അച്ഛനെ വേഗം കണ്ടെത്താൻ സാധിക്കും. ബാർബഡോസ്, മോട്ടു പത്ലു ഇവിടെ വന്നിരിക്കുന്നു. അവരെന്ത് വേണേലും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോൺ മോട്ടു പത്ലുവിനെ പറ്റി എന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിചാരിക്കുന്നു. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജോണിനെ എന്റെ സ്പൈ ആക്കി മാറ്റി അവരുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അവൻ നമ്മൾക്ക് മോട്ടു പത്ലുവിന്റെ എല്ലാ നീക്കങ്ങളും അപ്ഡേറ്റ് ചെയ്തിരിക്കും. നിങ്ങളെല്ലാവരും എന്റെ കാറിൽ യാത്ര ചെയ്തോളൂ. ഇതൊരു സ്പെഷ്യൽ കാറാണ്. ആൻഡ് ഇതൊരു വോയിസ് കൺട്രോൾ കാറാണ്. ഞാനല്ലാതെ ആദ്യമായിട്ട് നിങ്ങൾക്കാണ് ഇത് ഓടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം ഓർത്തോളുക, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് തന്നെ അത് ചെയ്യും. താങ്ക് യു സർ. പക്ഷെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ പോകേണ്ട വഴി ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കാർ സ്റ്റാർട്ട് ആക്കൂ. ഓക്കെ സർ, ബൈ പ്രഷർ. ഇതെന്താ തിരിച്ചു പോകുന്നത്? റിവേഴ്സ് ആയിരുന്നു. ഇത് ശരിക്കും പഴയായിട്ട് തോന്നുന്നു. വാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മേയർ സാറിന്റെ കാറിലാണോ ഇരിക്കുന്നത്? നീയോ? നീ കാറിനകത്ത് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ സ്ഥലത്ത് പുതിയതല്ലേ? എനിക്ക് ഈ സ്ഥലത്തെ കുറിച്ച് എല്ലാം അറിയാം. ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാമെന്നതാ. എന്റെ അച്ഛനെ സ്റ്റാർ സിറ്റിയിൽ നിന്ന് ബാർബഡോസിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയതാ. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. അവിടുന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? നോട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ കാർ സ്റ്റാർ സിറ്റിയിലേക്ക് പോകട്ടെ. മേയർ സാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എന്താണോ പറയുന്നത് അത് ഈ കാർ അനുസരിക്കും. ഇപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ആ ആൾക്കാർ നമ്മളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോ നടുവിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ നടുവിലിരിക്കുന്ന ആളെ അടിക്കാൻ ഞാൻ കാറിനോട് പറഞ്ഞാൽ ഈ കാർ ഇപ്പോ അയാളെ അടിക്കുമോ? ഇതെന്താ സംഭവം?
സോറി സോറി കാർ സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ്. വേണ്ട. അയ്യോ സോറി. ഭാഗ്യത്തിന് ഞാൻ കാറിനോട് വേറൊന്നും പറഞ്ഞില്ല. ഈ കാറിൽ നടക്കിരിക്കുന്ന ആൾക്കാരെ പൊക്കി എടുത്ത് വെളിയിലോട്ട് എറിയാനെങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. മോട്ടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഞങ്ങളെ പുറത്തേക്കിടാൻ പറയണല്ലേ. ഞാൻ വരുന്നു. മോട്ടു അങ്കിൾ, ഈ കാർ വളരെ അനുസരണയുള്ളവനാണ്. നിങ്ങൾ പറയുമ്പോഴേക്കും എല്ലാം അനുസരിക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് പറയൂ. പൊളിച്ചെടുത്തല്ല. ഇവിടെയും ട്രാഫിക് ഒക്കെ ഉണ്ടാവോ? അല്ല ഇതെന്താ ഇത്ര വലിയ ട്രാഫിക്? ഈ കാർ ചെറുതായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ? ഇതെന്താ നടക്കുന്നത്? കാർ ഇപ്പൊ വളരെ ചെറുതായി. ഇനി നമുക്ക് പോകാം. വേണ്ട. അത് നീ അടിച്ചു മാറ്റണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കണ്ട. കാരണം അത് എന്റേതാണ്, എന്റേത് മാത്രം. അയ്യോ, ആ കാർ വലുതായി പോയി. അയ്യോ, വാ ഓടിക്കാം. നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ശരി 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 ശരി. ഓ ഓ ഓ അവിടെയാണോ കാർ സ്റ്റോപ്പ്? വാവ്, എന്തൊരു വലിയ ജയിന്റ് വീലാ ഇത്. അടിപൊളിയായിട്ടുണ്ട്. വാവ്, ഇതെന്ത് മനോഹരമായ കാഴ്ചയാണ്. പൊളിച്ചെടുത്തല്ലോ. ഇത്രയും വലിയ ജെയിൻ വീല് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. ഇത് സ്റ്റാർ സിറ്റിയിലേക്ക് പോകാനുള്ളതാ. നിങ്ങളെല്ലാവരും അതിൽ പോയിരിക്കും. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. അതെ ജോൺ, വീൽ സ്റ്റാർട്ടായി. പെട്ടെന്ന് അകത്ത് വാ. അയ്യോ സ്റ്റാർട്ട് ആവറായോ? അയ്യോ നിനക്കെന്താ പറ്റിയേ? പത്രു, നിങ്ങൾ പോയിട്ട് വരൂ. ഞാനിവിടെ താഴെ ഇരുന്നോളാം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നേ? ഇങ്ങോട്ട് വാ. അയ്യോ വേണ്ട അമ്മേ. ആരെങ്കിലും ഒന്ന് നിർത്താൻ പറയാ, ഞങ്ങളെ രക്ഷിക്കേ. എന്റെ അമ്മച്ചി, എന്റെ അമ്മ. ഈ സ്റ്റാർ സിറ്റി കാണാൻ എത്ര മനോഹരമാണ്. വളരെ നന്നായിട്ടുണ്ട്. കാണാൻ എന്ത് രസാ. നല്ല ഭംഗിയുണ്ട്. വെരി ഗുഡ്, നൈസ്. അടിപൊളി. അതെ, നല്ല ഭംഗിയുണ്ട്. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ഓരോരുത്തരെയും പറ്റിയും മേയർ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. നിങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം.
പക്ഷെ നിങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് ഇതുപോലെ വരുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊന്നും ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. ആ ജെയിൻവേൽ വളരെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. അതിൽ ചുറ്റി കറങ്ങിയിട്ട് പറന്നിട്ട് ഇങ്ങോട്ട് വന്നത്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും സ്റ്റാർ വേൾഡിനകത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരല്ല. ഇനി തൊട്ട് ഇവിടെ എല്ലാം ശരിയാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ശരിയാണ്. മോട്ടുപത്ലു എവിടേക്ക് പോയാലും അവിടെയുള്ളതെല്ലാം ശരിയാക്കും. എല്ലാം നല്ലതിൽ കലാശിക്കും. നീ പറയുന്നത് വളരെ ശരിയാണ് മോനെ. മോട്ടുവെങ്കിൽ അതെന്താ? എന്താ അത്? പൊളിച്ചെടുത്തല്ല, അതെങ്ങോട്ട് തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് ബാർബഡോസ് അല്ലേ? അയ്യോ, ഓടിക്കേ. പൊളിച്ചെടുത്തല്ല, ഇതാരാണ്? ഹലോ മോട്ടു പത്ലു, ഞാൻ ആണ് ബാർബഡോസ്. ഈ യൂണിവേഴ്സിനെ ഞാനാണ് ബോസ്. എല്ലാത്തിനേക്കാളും മുമ്പ് ഞാൻ ഡോക്ടർ ഝട്കയെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആരാണ് ഡോക്ടർ ഝട്ക? ഞാനാണ് ഡോക്ടർ ജട്ക. ഓ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളല്ലേ ഇങ്ങോട്ട് വരാനുള്ള വഴി കണ്ടുപിടിച്ചത്. നിങ്ങൾ സത്യത്തിൽ ഒരു വലിയ ജീനിയസ് ആണ്. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ എന്റെ ഒപ്പം ചേർന്ന് എന്റെ ടീമിലെ ഒരു മെമ്പറായി മാറണം. നിങ്ങൾ ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, അതിനൊന്നും സാധ്യതയില്ല. നീ എന്ത് ചെയ്താലും ഞാൻ നിന്റെ ടീമിലെ മെമ്പർ ആവില്ല. ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചതല്ല, ആജ്ഞാപിച്ചതാണ്. ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഡോക്ടർ ഝട്ക, നീ എന്തിനാണ് ഓരോ മനുഷ്യന്മാരെയും പിടിച്ച് ടോയ് മാനായി മാറ്റുന്നത്? അതുപോലെ ടോയ് മാനെ പിടിച്ച് എന്തിനാ ടോയ് വൈറസ് ആയി മാറ്റുന്നത്? പറ. ശരി, നീ ഏതായാലും ചോദ്യം ചോദിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ ഉത്തരം പറയുന്നു. ഇതാണ് എന്റെ ടോപ്പ് സീക്രട്ട്. ഞാൻ ടോയ് വേൾഡിനെ മാത്രമല്ല ഹ്യൂമൻ വേൾഡ് ചേർത്ത് ഭരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടോയ് വൈറസ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവർ ഏതൊരു ഹ്യൂമനെ ടച്ച് ചെയ്താലും അവരൊരു ടോയ് മാനായി മാറും. ആ ടോയ് മാനെ ഞാൻ ഒരു ടോയ് വൈറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ടോയ് വൈറസ് ഏതൊരു ഹ്യൂമനെ സ്പർശിച്ചാലും അവര് ഒരു ടോയ് മാനായി മാറും. പിന്നെ ഞാൻ ഭൂമിയിലുള്ള അത്രയും മനുഷ്യരെ ഒരു ടോയ് മാനായിട്ട് മാറ്റി എന്നിട്ട് അവിടെ സന്തോഷമായിട്ട് വാഴും. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ ബാർബഡോസ്, ഭൂമിയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. എല്ലാരെയും ഈ ടോയ് വൈറസ് വെച്ച് നീ എങ്ങനെ ടോയ് മാൻ ആക്കി മാറ്റും? ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ ടോയ് വൈറസ് ആക്കി മാറ്റിയാൽ കോടിക്കണക്കിന് ജനങ്ങളെ അവര് മാറ്റില്ലേ? നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിന്നെ ഞങ്ങൾ അനുവദിക്കുകയില്ല. തീർച്ചയായും. ഇത് നിന്റെ ഭൂമിയല്ല, ടോയ് വേൾഡ് ആണ്. ഈ സ്ഥലത്ത് ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ നടക്കൂ. ഹലോ മോനെ, മോന്റെ പേരെന്താ? വാവ്, എന്തോ ഒരു രസമുള്ള പേരാ. ശരി, ഞാനിപ്പോ നോട്ടിയെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാ. നിങ്ങളെല്ലാവരും പുറകെ, അതായത് എന്റെ ആൾക്കാര് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും.
ഞാൻ പോവാണ്. താങ്ക് യു വെരി മച്ച്. നിൽക്ക് ബാർബി ബോസ്, ഞങ്ങളുടെ നോട്ടിയെ നിനക്കൊരിക്കലും കൂടെ കൊണ്ടുപോകാനാവില്ല. അപ്പോ നീ എന്നെ തടയാൻ പോവുകയാണോ? ആദ്യം ഇവന്റെ കഥ കഴിക്കൂ. വാടാ, വാ. സൂക്ഷിച്ച്. എന്റെ കഥ നീ അവസാനിപ്പിക്കാൻ പോവാണോ? കലക്കി മോട്ടു. രക്ഷപ്പെട്ടു. എന്റെ ചങ്ക എന്റെ ബ്രോ മോട്ടു. കലക്കി മോട്ടു. നെട്ടോ, ഡാസോ, അറ്റാക്ക്. ഇതാ തീ പിടിച്ചോ. വരൂ, എത്ര പേര് വേണമെങ്കിൽ വന്നോളൂ. എല്ലാവർക്കും ഞാൻ ബെർഗർ അവിടെ കാണിച്ചു തരാം. ലട്ടുവോ പട്ടുവോ നീ ആരായിരുന്നാലും ശരി, അടുത്തത് നിന്റെ അവസരമാണ്. അടുത്ത അവസരം നിനക്കുള്ളതാണ്. വാ വാ. എന്റെ ലട്ടുവിനും ടേസുവിനും നീ അടിച്ചു വീഴ്ത്തിയില്ലേ? ഇല്ല. നിനക്ക് പറ്റിയ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്ക്. നിങ്ങൾ അവിടെ ഒരു ഭാഗത്ത് പോയി ഒളിഞ്ഞു നിന്നോളൂ. ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. ഒറ്റ മതി. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നുണ്ട്. വരൂ, വരൂ. നിനക്ക് ഓടിക്കണോ? എന്നാ വാ. ഇപ്പൊ അവനെ അടിക്കാൻ നോക്കട്ടെ. രക്ഷകനെ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ലോകം ഇത്രയും വേഗത്തിൽ ചുറ്റുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. താങ്ക് യു. എന്റെ അമ്മോ, നീയോ? മമ്മി, രക്ഷകനെ. വേണ്ട വേണ്ട, എന്നെ തൊടല്. എന്തത്? മമ്മി, എന്നെ ടോയാക്കി മാറ്റിയല്ലോ. അയ്യോ, ഞാനും ടോയായിട്ട് മാറിയല്ലോ. ഇവിടെ മമ്മി, ആന്റി, അങ്കിൾ, അതേ മോട്ടോ, ഇവൻ ഞങ്ങളെല്ലാരും ടോയാക്കി മാറ്റിയിരിക്കുകയാണ്. ഓ നോ, ടൂ മച്ച്. നിങ്ങൾക്ക് എന്തായി സംഭവിച്ചിരിക്കുന്നത്? ഇവരെന്തായി ചെയ്തത്? വേഗം
കലക്കി മോട്ടു. ഇതാ പിടിച്ചോ, ഇതാ പിടിക്ക്. കലക്കി മോട്ടു. മോട്ടു പത്ലു, നമ്മൾ വീണ്ടും കാണാം. ഞാൻ തിരിച്ച് വീണ്ടും വരും. ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഇനി എന്റെ അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കാം? വിഷമിക്കേണ്ട നോട്ടി, നമുക്ക് ഉറപ്പായിട്ടും ഇതിനൊരു വഴി കണ്ടുപിടിക്കാം. മോട്ടു അങ്കിൾ, ഞാൻ എന്റെ ലിസ്റ്റ് വാച്ച് ബാർബഡോസിന്റെ ക്യൂബിനകത്ത് ഇട്ടു. ഇനി അത് ഈ ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓ, നീ വലിയൊരു ബുദ്ധിമാനാണല്ലോ ലോട്ടി. നമുക്ക് പോകാം. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങള് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ? നടന്നതെല്ലാം നല്ലതിന് വേണ്ടിനാ മോനെ. ആരെങ്കിലും അവരെ എതിർത്ത് അടിച്ചോടിച്ചല്ലേ പറ്റൂ. ഇന്ന് നീ അവരെ തല്ലി ഓടിച്ചു. ഈ വാർത്ത തീ പോലെ എല്ലായിടത്തും പടർന്നെത്തി കാണും. നാളെ എല്ലാവരും അവനെ ധൈര്യമായിട്ട് എതിർത്ത് നിൽക്കും. നോക്കിക്കോ, നടന്നതെല്ലാം നല്ലതിന് വേണ്ടിനാ മോനെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് പോവാം. ഞാനും റെഡിയാണ് നോട്ടി. എവിടെ പോണെന്ന് മാത്രം നീ പറഞ്ഞാ മതി. എന്തിനാ നോട്ടി കാർ നിർത്താൻ പറഞ്ഞത്? ബാർബഡോസിന്റെ ഷിപ്പിന്റെ സിഗ്നൽ ഇവിടെ വരെയേ ഉള്ളൂ. ഇതിനു ശേഷം അവർ എവിടെ പോകുന്നതിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് കാടായത് കൊണ്ടായിരിക്കോ? ഓ നോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നോക്കി, അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഇരുട്ടായില്ലേ, നമ്മൾ ഇന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോവാം. അവിടെ ആരും ഉള്ളത് പോലെ ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. വരൂ, ഇപ്പൊ തന്നെ പോയി നോക്കാം. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ചോദിക്കാം. വരൂ. എക്സ്ക്യൂസ് മീ. ഓ, ചായക്കടക്കാരനോ? ആട്ടെ, ഇന്ന് നിന്റെ മെനു എന്താണ്? ഏത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ സാർ. എന്ത് ഭക്ഷണമാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ചായക്കടക്കാരാ, നീ എനിക്കൊരു പെർമനന്റ് കുക്കായിട്ട് ഇവിടെ ഉണ്ടാവണം. ഇല്ല. വാ വാ മിസ്റ്റർ നോവാൾ. ടെൽ മീ, ടോയ് കൺവേർട്ടർ ക്യാബിനുടെ സ്റ്റേറ്റസ് എന്താണ്? സർ, എത്ര ഇലക്ട്രോ പ്ലാറ്റിനം വീനസ് വേണോ അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് പ്ലെയിനിൽ കൊണ്ടുവരണം. അങ്ങനെ ചെയ്ത എല്ലാ ടോയ് വൈറസ് കൺവേർട്ടർ ക്യാബിന് റെഡി ആകും. വെരി ഗുഡ് ഹാമർമാൻ. നിന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയി നീ അവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്യ. ഈ ലോഡിങ്ങിൽ ഒരു രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. വരൂ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇവന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ട്.
അമ്മേ ഞാനൊന്നും ചെയ്തില്ല. ജോൺ, ഞാൻ 2-3 പ്രാവശ്യം കണ്ടു നീ ഫോണിൽ ആരോടെ രഹസ്യമായി സംസാരിക്കുന്നത്. ആരോടെ സംസാരിച്ച് പറ. നീയാണോ ബാർബിഡോസിനോട് നമ്മുടെ ലൊക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്? കാരണം നമ്മൾ എവിടെ പോയാലും അവൻ അത് അറിയുന്നുണ്ട്. എങ്ങനെയാ അവൻ അത് അറിയുന്നേ? നിനക്കെന്താ വട്ടാണോ പത്തലു? ഞാനെന്തിനാ നമ്മുടെ ലൊക്കേഷൻ അയാൾക്ക് തരാൻ പോകുന്നേ? ഇവിടെ നിങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോട്ടു പത്തലു. ഇന്നാ നോക്കിക്കോ, ഞാൻ നമ്പർ 1 നമ്പർ 2 ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർക്ക് കോൾ പോയാ നമ്മളെ കൊണ്ട് അവരെവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. അവരുടെ അവസ്ഥ എന്താന്ന് അറിയാൻ പറ്റുമല്ലോ. അത് ജോൺ, ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. നീ കരച്ചിലൊന്ന് നിർത്ത്. ഗുഡ് ബോയ്. അയ്യോ, അത് സോംബീസാ. നമുക്കവിടെ ഓടാം. അവരല്ലെങ്കിൽ നമ്മളെ കഴിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല. എന്നോടൊപ്പം വരൂ, ഞാൻ നോക്കിക്കോളാം. ചിങ്കം സാറേ, സൂക്ഷിച്ച്. അവിടെ തന്നെ നിൽക്ക്. ഫുർഫുറെ നഗരമാണ് സത്യം. എന്റെ ഇളനീർ പട്ടാളമാണ് സത്യം. ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. കം ഓൺ, ചാർജ്. ഇളനീർ പട്ടാളമേ, സ്റ്റോപ്പ്. നൗ അറ്റാക്ക്. ആ വരുന്ന ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യൂ. This is Rowdy Inspector. താങ്കളുടെ റൗഡി അവതാരം പുറത്തെടുത്ത് കാണിച്ചു. കാലക്ക് കളഞ്ഞു സാർ. അപ്പോഴേക്കും വിജയം ആഘോഷിക്കാനായിട്ടില്ല. ആരും പേടിക്കണ്ട, അതൊരു മുയൽക്കുട്ടിയാണ്. ഞങ്ങൾ ആവശ്യമില്ലാതെ നിന്നെ കണ്ട് പേടിച്ചു പോയി. ഇതിൽ പെട്ടെന്ന് കൂട്ടി. താഴേക്ക് ഇറങ്ങാൻ. എന്താ ചെയ്യുന്നവര്? അല്ല, എന്താ ഇത്? എനിക്ക് ഡിന്നർ ആവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ വേണ്ട വേണ്ട, നമുക്ക് ഓടി രക്ഷപ്പെടാം. താഴെ ഇറങ്ങി വാ.
വലിച്ചെടുക്കും. എന്തെങ്കിലും ഐഡിയ പറ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അയ്യോ വേണ്ട വേണ്ട. ഐഡിയ. വലിയേട്ടാ, ഇന്ന് രാത്രി നമ്മൾ ഈ മരത്തിൽ തന്നെ ഉറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും മരത്തിൽ തന്നെ കിടന്നുറങ്ങിക്കോളൂ. ഞാനിവിടെ കാവലായിട്ടിരിക്കാം. ഓ, ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഓ സോറി. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഔളിനെ പോലെ മരത്തിന്റെ മീതെ കടന്നുറങ്ങിയിട്ടേനിയാ. എന്റെ തല കറങ്ങുന്നേ. എന്റെ ജോണെ, നമ്മളിപ്പോ സന്തോഷിക്കേണ്ട കാര്യം എന്താന്ന് അറിയോ? ആർക്കും ഒന്നും ആവാതെ ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതെ അതെ. മോട്ടു അങ്ങോട്ട് നോക്ക്. ആ മലകൾ എത്ര കളർഫുൾ ആണെന്ന്. എത്ര മനോഹരമായ കാഴ്ച. അതെ എന്റെ ചങ്കേന്റെ ബ്രോ. ഇതാണ് സ്പാർക്ലിംഗ് മൗണ്ടൻസ്. അല്ല, എന്താ ഒരു ശബ്ദം? വരൂ, നമുക്ക് അവിടെ പോയി എന്താന്ന് നോക്കാം. ഇവർക്ക് ഞാനൊരു പണി തരാൻ പോവാ. മോട്ടു പത്ലു, ഫോളോ മീ. നമുക്ക് ഈ വഴി പോവാം. ഇത് കാണാൻ ഷോർട്ട് കട്ട് പോലെയുണ്ട്. ആ ജോൺ, നീ ആ ഭാഗത്തു കൂടെ പോയിക്കോ. ഞങ്ങളെല്ലാവരും ഈ ഭാഗത്തു കൂടെ പോയിക്കോളാം. വരൂ. ഇതെന്താ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു മിനിറ്റ് നിക്ക്. അല്ല, ഈ ജോണിന് എന്താ പറ്റിയത്? ഞാൻ പറയുന്നൊന്ന് എന്തെങ്കിലും ഏഴാം കുളങ്ങളാണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അയ്യോ, നിക്ക് നിക്ക്, ഞാനും വരുന്നുണ്ട്. പോവല്ലേ? എനിക്കിപ്പോ നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അത് നിക്ക്, ഞാനും വരാൻ പോവല്ലേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും പവർഫുൾ ആയിട്ട് മൗണ്ടൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേനിയാ. അതേ വലിയേട്ടാ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് നോക്കിയേ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ. നിക്ക്, ഞാൻ നോക്കട്ടെ. റോപ്പ് മാൻ, ഇത് പെട്ടെന്ന് കണ്ടെയ്നറിലേക്ക് പോയിട്. ഈ കണ്ടെയ്നർ ആദ്യം ഇവിടുന്ന് എടുത്തോണ്ട് പോണം. വേഗം കാര്യങ്ങൾ നടക്കട്ടെ. ബാർബഡോസ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും എന്തോ കെമിക്കൽസ് പാക്ക് ചെയ്ത് ആ ഫ്ലൈറ്റിൽ ലോഡ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നോക്കട്ടെ. അല്ല, അതാരാ? അയ്യോ അച്ഛൻ. എന്റെ അച്ഛൻ പ്ലെയിനകത്തേക്ക് പോകുന്നു. ബാർബഡോസിന്റെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോ ആ കെമിക്കലിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. വലിയേട്ട് നമുക്ക് പ്ലെയിനിൽ പോയാലോ? ഈ പ്ലെയിൻ ഉറപ്പായിട്ട് ബാർബഡോസിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. വാ, നമുക്ക് പോകാം. ഡോറ്. അല്ല, ഇതുപോലത്തെ ഡോർ ആരാണ് തുറക്കുന്നത്? കൂടുതൽ സംസാരിക്കുന്ന പെട്ടെന്ന് ഡോർ തുറക്ക്. ഇതാ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. വരൂ, വേഗം വരൂ. ജോൺ, നോക്കി നിൽക്കുന്നത്. വാ. അയ്യോ, അച്ഛൻ എവിടെയാ? അച്ഛൻ അകത്തേക്ക് വന്നത് ഞാൻ കണ്ടതാണല്ലോ. നോട്ടി, അച്ഛന്റെ മോൻ. അച്ഛാ, നോട്ടി നോട്ടി, അച്ഛന്റെ പൊന്നു മോനെ. അച്ഛാ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനും മിസ് ചെയ്തു മോനെ. നോട്ടി, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? നോട്ടിയുടെ പപ്പ,
മോട്ടു. ഹായ് പറ്റ്ലു. എനിക്ക് നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ബാർബഡോസിനെ ഇവിടെ പിടിക്കാവുന്നതാണെന്ന് കേട്ടു. നിങ്ങളെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ബാർബഡോസിനെ പിടിച്ചേ പറ്റൂ. അതെ, ഞങ്ങൾ തീർച്ചയായും അവനെ പിടിക്കും. പക്ഷെ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ആദ്യം ഞങ്ങളോട് ഒരു കാര്യം പറയൂ, ഈ പ്ലെയിനിൽ എന്താ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇത് ഇലക്ട്രോ പ്ലാറ്റിനോമസ് കെമിക്കൽ. ഈ കെമിക്കൽ ഇല്ലാതെ ടോയ്മാനെ ടോയ് വൈറസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടോയ്മാനെ ടോയ് വൈറസ് ആക്കാനുള്ള പ്ലാൻ ആയിരിക്കണം. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അകത്തുണ്ടെന്ന് എനിക്കറിയാം. കഥക തുറക്ക്. ഇതെന്താ അത്ഭുതം! നമ്മൾ എവിടെ പോയാലും ഇവന്മാര് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഹാങ്കർമാനും റോപ്പ്മാനും സംസാരിക്കുന്നത് കേട്ടതാ. ജോൺ എന്ന് പറഞ്ഞ ആണുണ്ടത്രേ. അവൻ ഹ്യൂമൻ ആണത്രേ. നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അയ്യോ എന്റെ അമ്മ, ഞാൻ കുടുങ്ങിയല്ല. എനിക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. അത് മോട്ടു വേണ്ട, എന്നെ വിട്ടേക്ക് എവിടേക്കാ നീ രക്ഷപ്പെടാൻ നോക്കുന്നെ? ഇങ്ങോട്ട് വാ. വേണ്ട. നിനക്ക് പണിയുണ്ട്. സോറി വെരി വെരി സോറി. ബാർബഡോസ് എന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അവൻ നമ്പർ 1 നമ്പർ 2 പിടിച്ചു വെച്ചിരിക്കാ. ഞാൻ മാത്രം അവൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും കഥ തീർക്കും. അല്ലെങ്കിൽ ഞാനിത് ചവിട്ടിപ്പൊളിക്കും. ഹാമർമാൻ എപ്പോ വേണമെങ്കിലും കഥ പൊട്ടിക്കാം. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ഇതൊക്കെ ഫ്ലൈയിങ് സ്ക്യൂട്ടേഴ്സാ. ഇതിൽ കയറി നമുക്ക് പറക്കാം. വരൂ, പെട്ടെന്ന് വരൂ. അയ്യോ നിക്ക്, ഞാനും വരുന്നുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ടുപോകും. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മാനത്തിൽ സ്കൂട്ടർ ഓടിക്കുന്നത്. അയ്യോ എന്റെ അമ്മ, എന്താ ഇത്? അയ്യോ കെമിക്കൽസ് എല്ലാം താഴെ വീഴാണ്. ഇനി അവൻ ഒരിക്കലും ടോയ് വൈറസ് ഉണ്ടാക്കാൻ പറ്റില്ല. അയ്യോ എന്റെ അമ്മ, എപ്പോഴും ഞാനല്ലോ കുടുങ്ങുന്നത്. റോപ്പ്മാൻ, ആ കെമിക്കൽ കണ്ടെയ്നർ താഴെ വീഴുന്നു. അതെ പതിലു, ഇതെങ്ങനെയാ സംഭവിക്കുക? ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, ഇതെന്താ? അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നേ. അയ്യോ എന്റെ അമ്മ, എന്റെ അമ്മച്ചി, എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ. അയ്യോ രക്ഷിക്കേ. അയ്യോ ഞാൻ രക്ഷപ്പെട്ടേ. ദേ കണ്ടില്ലേ, അവരാ കെമിക്കൽ മുഴുവനും കൊണ്ടുപോവാണ്. ജസ്റ്റ് ഫോളോ ദം. അവര് ബാർബഡോസിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ബാർബഡോസ്, ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വേഗം പോ. പെട്ടെന്ന് പോകാം. ഇപ്പൊ പെട്ടെന്ന് വൈറസ് ഉണ്ടാക്കുന്ന വേലകൾ തുറങ്ങ്. പോ 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 പോ. വേഗം വേഗാവട്ടെ. പോ പോ. നിങ്ങളുടെ സ്വപ്നം ഉടനെ തന്നെ സഫലമാകും ബാർബഡോസ്. ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ആദ്യം നിർത്ത്, ഇല്ലെങ്കിൽ
വാ. എന്റെ അമ്മച്ചിയെ മോട്ടുപത്തിലെ എന്നെ വെറുതെ വിടില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇല്ല വേണ്ട, മോട്ടുപത്തിലുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനിപ്പോ അവരുടെ സൈഡിലാണ് നിൽക്കാൻ പോകുന്നത്. ജീവന്റെ മേലെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിക്കോ. നിങ്ങളോ? അല്ല ജോണെ, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? അതൊക്കെ എന്തിനാ ചേട്ടാ ചോദിക്കുന്നേ? നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട്. വെൽക്കം മോട്ടു പത്ലു, വെൽക്കം. ബാർബഡോസ്, നീ ജനങ്ങളുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ആരും ഇവിടെ നടുക്ക് തലയിടാൻ പാടില്ല. മോട്ടുപത്തിലോട് ഞാൻ തനിച്ച് ഏറ്റുമുട്ടാൻ പോവുക. അയാൾ എന്നെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, എന്നെ. ഇനി നിങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. പത്ലു, ബാർബഡോസ് ചേട്ടാ, ഇനി എന്നെ ഷൂട്ട് ചെയ്ത് കാണിക്കേ. കലക്കി മോട്ടു. അതെ വലിയേട്ടാ, ഞാനിവിടെ തന്നെ ഉണ്ട്. അതെ ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഞങ്ങളെ തന്നെ തല്ലിയല്ലേ? എന്തിനെങ്ങനെ ചെയ്തത്? I don't care. അയ്യോ പത്ലു, വീണ്ടും ഓടേണ്ടി വരുമെന്ന് തോന്നുന്നു. അയ്യോ രക്ഷിക്കണേ. ഓടിക്കോ. സിംഗർ സാർ, ഫയർ ചെയ്യൂ. Yeah, yes sir. Come on, charge. Yeah, coming. ഈ തേങ്ങയോ എന്നെ എന്തോന്ന് ചെയ്യാനാ? അതിപ്പോ കാണിച്ചു തരാം. ഇതാ പിടിച്ചോ. ഇതാ പിടിച്ചോ. ഇതാ പിടിക്ക്. ഇത് കൂടെ പിടിച്ചോ. ഇത് കൂടെ പിടിക്ക്. ചെല്ലു, എല്ലാരും അകത്തേക്ക് പോകൂ, വേഗമാവട്ടെ. ചെല്ലു, എല്ലാരും അകത്തേക്ക് പോകൂ. ബാർബഡോസ്, ഫുഡ്മാൻ, അവന്റെ കഥ കഴിക്ക്. Kill him. എല്ലാം തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം സഹിച്ച് ഞാൻ വെറുത്തിരിക്കുന്നു. നല്ല മണം. അതെ മോട്ടോ, എല്ലാ തവണയും പത്ലുവാണ് പറയാറ്. ഇപ്രാവശ്യം ഞാൻ പറയാം. സമോസ കഴിച്ചിട്ട് നിന്റെ കലാപരിപാടി തുടങ്ങട മോനെ. ഇന്നാ മോട്ടു, സമോസ കഴിക്ക്. ഞാൻ ഈ ബാർബഡോസിന്റെ കൂടെ ജോലി ചെയ്ത് ജീവിതം വെറുതിരിക്കുക. പക്ഷെ നിങ്ങൾ കാരണമാണ് ഞാൻ തിരിച്ച് ടോയ് വേൾഡിലേക്ക് എന്റെ ഫാമിലിയോടൊപ്പം വന്ന് ചേർന്നത്. ഇന്നാ പിടിച്ചോ സമോസ. സമൂസ. ഫുഡ്മാൻ, ചതിയ, വഞ്ചക, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവരോട് സംസാരിച്ചത് മതിച്ചേട്ടാ. ഇനി നേരെ എന്റെ അടുത്തോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇതാ പിടിച്ചോ. എന്ത്? പൊളിച്ചെടുത്തല്ല.
അല്ല, എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ ഇത് നടക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? പത്തലു ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ ഈ നടക്കുന്നത്? പത്തലു ഫുഡ്മാൻ, എന്നോടാണോടാ ദ്രോഹം ചെയ്യുന്ന നീ? ഫുഡ്മാൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എഴുന്നേക്ക് ഫുഡ്മാൻ. ഞങ്ങൾ എല്ലാരും നിനക്ക് കൂട്ടായിട്ടുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. മോട്ടു, ബാർബർ ഡോൾസിനെ വെറുതെ വിടരുത്. മോട്ടു, ഞാനാണ് ഇവിടത്തെ ബോസ്. ഈ യൂണിവേഴ്സിന് തന്നെ ബോസ്. ഈ കാലം മുഴുവൻ ഞാൻ എത്ര ടോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം മുഴുവൻ ഞാനിപ്പോ ലോഞ്ച് ചെയ്യാൻ പോവാണ്. നിനക്ക് എന്നെ ജയിക്കാൻ പറ്റില്ല. ഗോഡ്സ്, ഇറ്റ്സ് ടൈം. ലോഞ്ച് ഇറ്റ്. ഇല്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ അവരുടെ ക്യാബിന്റെ ഉള്ളിലേക്ക് പോയി റോക്കറ്റിനെ തടയാനുള്ള പണി നോക്ക്. വേഗം. ശരി എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. പക്ഷെ കമ്പ്യൂട്ടേഴ്സ് എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ പറയാം. കമ്പ്യൂട്ടർ ഉള്ള റൂം എനിക്കറിയാം. റോക്കറ്റ് അയക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെയാണ്. പക്ഷെ റോക്കറ്റിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണ് ബാർബഡോസിന് കൂട്ടായി ഞാൻ ഇരുന്നത്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കില്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ടോയ് വൈറസ് ദേ പോകുന്നു, നോക്ക്. അതാദ്യം പോയി നിന്റെ ഫുർഫുറി നഗറിലെ ജനങ്ങളെ ടോയ് മാനായിട്ട് മാറ്റും. ദേ നോക്ക്, നീ തന്നെ നിന്റെ കണ്ടുകൊണ്ട് നോക്കി മനസ്സിലാക്ക്. അച്ഛാ അച്ഛാ, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോവാം. അയ്യോ അച്ഛാ, എന്റെ ചക്രം. എന്തോ ഇത്? എന്ത് സംഭവിക്കുന്നു? അല്ല, എന്താ ഇത്? അയ്യോ അയ്യോ, ഓടിക്കോ ഓടിക്കോ, ജീവൻ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. വേണ്ട. നീ ചെയ്ത തെറ്റിന്റെ ദണ്ഡന ഫുർഫുറി നഗറിലെ ജനങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇനി അവരെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. മോട്ടു, മോട്ടു, ദേ ഞാൻ എത്തി. വേണ്ട വേണ്ട.
എങ്ങനെയാ പോയി വീണത് കണ്ടില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട മോട്ടുവും പത്രവും. വെറും വീട്ടിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്തില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. ഐഡിയ. നീ കണ്ടില്ലേ അവന്റെ ഇടുപ്പിൽ ഒരു വലിയ ബെൽറ്റ് കെട്ടിയിരിക്കുന്നത്? അതിന് മുകളിൽ വലിയൊരു പഞ്ച് കൊടുക്ക. നീ ഇടിക്കുന്ന ഇടിയില് ആ ബക്കിള് പൊട്ടിത്തെറിച്ച് പോകണം. ഹലോ ചേട്ടാ. ബല്ലേ 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 ബല്ലേ. വാ ചേട്ടാ. മോട്ടു ഇടിച്ചോ. വെരി ഗുഡ്. ഇല്ല, ഇത് സംഭവിക്കാൻ പറ്റില്ല. പൊളിച്ചെടുത്തല്ലോ. അടിപൊളി അടിപൊളി. ഞങ്ങൾക്കും ബാർബഡോസ് പോയതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ടോയ് വേൾഡിൽ തന്നെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ജോക്ക, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചേട്ടാ എന്റെ ചങ്കന്റെ ബ്രോ, എല്ലാം ശരിയായെന്നേ. സിസ്റ്റം ഞാൻ റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോ ആരൊക്കെ ടോയ് ആയിട്ട് മാറിയോ അവരൊക്കെ നോർമൽ ആയിട്ട് മാറും. അതെ. നമ്മൾ നോർമലായി. ഇനി കുറച്ചു സമയത്തിനകം ആരൊക്കെ ടോയ് വൈറസ് ആയോ അവരും നോർമലായി മാറും. കാരണം ഞാൻ ഈ സിസ്റ്റമില്ലേ അത് റിവേഴ്സ് ആക്കിയിരിക്കുകയാണ്. അതെ. മോട്ടു പത്രു, എന്നെ ക്ഷമിച്ചേക്ക് പ്ലീസ്. എനിക്ക് വേറെ വഴിയില്ലാതെയാണ് ഞാൻ ബാർബഡോസിനെ ഹെൽപ്പ് ചെയ്യാൻ പോയത്. എന്നോട് ക്ഷമിക്കേ. ഓക്കേ ജോൺ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മോട്ടു പത്ലുവിനോടാണ് നന്ദി പറയേണ്ടത്. അതെ, താങ്ക് യു വെരി വെരി മച്ച് മോട്ടു പത്ലു. താങ്ക് യു. ഞങ്ങളാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്, പ്രധാനമായും ഫുഡ്മാന്. കാരണം അവരാണ് ശരിക്കുള്ള സമയത്ത് സമൂസ കൊടുത്ത് മോട്ടുവിനെ സഹായിച്ചത്. ശരി, വരൂ, നമുക്കിപ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അതെ പത്ലു, നമ്മൾ ഇത്ര മനോഹരമായ ടോയ് വേൾഡ് വന്നതല്ലേ. ഇപ്പോഴും നമ്മൾ ടോയ് വേൾഡ് മുഴുവനായിട്ടും നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടില്ലല്ലോ. നോട്ടി, നീ ഞങ്ങളെ ഈ സ്ഥലമല്ലോ ഒന്ന് ചുറ്റി കാണിക്കാമോ? തീർച്ചയായും മോട്ടു അങ്കിൾ, തീർച്ചയായും. Watch India's largest kids library only on Jio Hotstar. Download the app now.